എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് പച്ചക്കറി ഒന്നും നടുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, കുറച്ച് തടസ്സം കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എല്ലാ പച്ചക്കറിയും പോയി. പച്ചക്കറി തൈകളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയി നോക്കാണ്ടിരുന്നിട്ട് തിരിച്ച് ഞാനിപ്പോൾ 2-3 മാസം കഴിഞ്ഞ് ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള പച്ചക്കറികളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഈ കുമ്പളം അങ്ങനെയുള്ള സാധനമൊക്കെ തന്നെ എവിടെയെങ്കിലും മുളച്ച് കഴിഞ്ഞാൽ അതൊരു ചാക്കിൽ ഇവിടെ നട്ടിട്ടുണ്ട്. അത് പടന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റും. ഇവിടെ ഒരു കുമ്പളങ്ങ ഉണ്ടാവുന്നുണ്ട്. അതുമാതിരി ഫാഷൻ ഫ്രൂട്ട്, കോവലം എല്ലാം ഇതുമ്മയാണ് ഇപ്പോൾ പടത്തിയേക്കണത്. പിന്നെ ഇനി പീച്ചിൽ ഇതൊക്കെ തന്നെ മുളയ്ക്കണ കുമ്പളാണ്. ഈ കുമ്പളമൊക്കെ നമ്മൾ ഇത്തിരി വളമൊക്കെ ഇട്ട് ഇതിലേക്ക് പടത്തും. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല, കൃഷി ചെയ്യണ വരെ ഉണ്ടായില്ലെങ്കിൽ ഒരു 5-6 വെച്ചുണ്ടാവും. അത് മതിയില്ല, നമുക്ക് ധാരാളം. പിന്നെ പച്ചക്കറി, കാന്താരി മുളക് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇത് മാതള നാരകമാണ്, കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് മാതള നാരകം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു പേര കിട്ടി, 5-6 പേരൊക്കെ ഉണ്ടായി. നല്ല ഉള്ളിലൊക്കെ നല്ല റോസ് കളർ തായ്ലൻഡ് പേരയാണ്. നല്ല തയ്യായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം 5-6 ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പൊട്ടിച്ചു. അപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെണ്ട, തക്കാളി, പച്ചമുളകൊക്കെ ഇപ്പോൾ 2ാമത് ഞാൻ നടണതാണ് കേട്ടോ. പീച്ചിൽ നട്ടിട്ട് ഇത് ഉണ്ടായി തുടങ്ങി. ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇനി പയറിൻ്റെ ഒക്കെ തിരിക്കുകയാണ്. നട്ടിട്ടില്ല, ഇനി പയറൊക്കെ നടണം. അങ്ങനെ ഞാൻ 2ാമത് ഇപ്പം ഒന്നേന്ന് നമ്മുടെ പച്ചക്കറി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കുറേ കാണിച്ചു തരാം. ഇതൊക്കെ തന്നെ മുളയ്ക്കണ കുമ്പളാണ് കേട്ടോ. തന്നെ നിറയ്ക്കുമ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ ഒക്കെ അങ്ങനെ നടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള കുമ്പളങ്ങയൊക്കെ ഉണ്ടാവും. ഇത് പീച്ചിങ്ങതേ ഇവിടെ പീച്ചിങ് ഉണ്ടാവുന്നത് ഇതൊരു പീച്ചിങ് ഉണ്ട്. അങ്ങനെ ഓരോന്നുണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2ാമത് തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് മഴക്കാലത്താണ് ഫാഷൻ ഫ്രൂട്ട് അധികം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഫാഷൻ ഫ്രൂട്ട്, കോവലൊക്കെ ഉണ്ട് ഇതുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഈ കോവലം വെറുതെ ഒന്ന് വെട്ടി കൊടുക്കും. അപ്പോൾ മഞ്ഞാകുമ്പോഴത്തേക്കും നിറച്ചും കോവയ്ക്ക ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഇഞ്ചിയൊന്നും പറിച്ചില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടുക്കളയിലേക്ക് കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കാനായിട്ട് വന്നതാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഇഞ്ചി അത് ഞാൻ ആവശ്യത്തിനേ പറിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കും. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് മുള്ളാണ് അത്. അത് പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ മടങ്ങി വീഴണം, എന്നാലാണ് ഉണ്ടാവുള്ളൂ. അതുമാതിരി കാന്താരി മുളക് ഉണ്ട്. ഈ കാന്താരി മുളക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചതാണ്. അത് ഞാൻ 2ാമത് ഇപ്പം ഇതിന് ഉണ്ടായി വരണേ ഉള്ളൂ. നിറച്ചും പൂവൊക്കെ ഇട്ട് വരണേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ഓരോ പച്ചക്കറിയുടെ ഓരോ വളർച്ചയും ഘട്ടങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഞാൻ പയറൊന്നും നട്ടിട്ടില്ല, ഇനി പയറൊക്കെ നടണം. അപ്പോൾ അതെല്ലാം നിങ്ങളെ വഴി കാണിച്ചു തരാം. ഈ കുമ്പളമൊക്കെ തന്നെ മുളയ്ക്കണ കുമ്പളമൊന്നും ഞാൻ വിടൂല, എല്ലാം ഞാൻ പടത്തും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഒട്ടുമിക്കാറും ഉണ്ടാവും കേട്ടോ. 90% കുമ്പളങ്ങ ഉണ്ടാവാണ്ട്, ഒരു കുമ്പളങ്ങയെങ്കിലും ഉണ്ടാവാണ്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ കുമ്പളമൊക്കെ മുളച്ച് നിൽക്കുമ്പോൾ നമ്മളത് പറിച്ച് കൊണ്ടുവന്ന് വെച്ച് ഇത്തിരി ചാണകപ്പൊടി, ഇത്തിരി എല്ലുപൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുമ്പളങ്ങയൊക്കെ ഉണ്ട്. ഈ കൃഷിഭവനിൽ നിന്ന് വന്ന തായ്ലൻഡ് പേര നല്ലതാണ്. ഇത് 6 പേരൊക്കെ ഉണ്ടായി പൊട്ടിച്ചു, വലിയ പേരൊക്കെയായിരുന്നു. ഇപ്പോൾ ഇതേ കണ്ട, പിന്നെ പൂവിടണ. അപ്പോൾ അന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പേരയ്ക്ക നന്നായിട്ട് ഇപ്പോൾ ഇതേ പൂവിട്ടിട്ടുണ്ട്. പൂവ് പേരയ്ക്ക വാണ് വീണിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, പോയി. ചട്ടിയിൽ വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള പേരയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.